ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് അനുവദിച്ച തോട്ടം ഭൂമിയിലാണ് വൻകിട ക്വാറികൾ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത്. ഇളവ് ലഭിച്ച തോട്ടഭൂമി അടക്കമുള്ളവയിൽ ഒരു തരത്തിലുള്ള ഖനനവും പാടില്ലെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തരം മാറ്റിയ ഭൂമി മിച്ചഭൂമിയായി കണക്കാക്കി സർക്കാരിലേക്ക് തിരിച്ചെടുക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഈ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. ഒരു ജില്ലയിൽ പോലും ഇത്തരം കൃത്യമായ തോട്ടഭൂമികളുടെ കണക്കോ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്ന ഇതോ യാതൊന്നും പറയാനോ ചെയ്യാനോ ഗവൺമെൻറ് തലത്തിൽ തയ്യാറായിട്ടില്ല എന്ന് ഒരു ഭാഗത്ത് നിൽക്കെയാണ് ഇപ്പോൾ 5% തോട്ടഭൂമികൾ പാറഖനനത്തിനുൾപ്പെടെ കൊടുത്തുകൊണ്ട് വൻകിടക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലപാട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള കാര്യത്തിൽ യാതൊരാൾക്കും മറ്റൊരു അഭിപ്രായം ഉണ്ടാവില്ല. പാരിസ്ഥിതിക അനുമതിയുടെ പേരിൽ ചെറുകിട ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചതോടെ തോട്ടം ഭൂമി വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ചെറുകിട ക്വാറി ഉടമകൾ തീരുമാനിച്ചു. ഇതോടെയാണ് സർക്കാരിനുമേൽ സമ്മർദ്ദവുമായി വൻകിട ക്വാറി ഉടമകൾ രംഗത്തെത്തിയത്. മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ഹൈക്കോടതി ഉത്തരവ് മറികടക്കാനാവുമെന്ന് സർക്കാരും വൻകിട ക്വാറി ഉടമകളും പ്രതീക്ഷിക്കുമ്പോൾ ഇത് എളുപ്പമാവില്ലെന്ന സൂചനയാണ് നിയമവൃത്തങ്ങൾ നൽകുന്നത്. കോഴിക്കോട് നിന്നും ജയേഷ് രാഘവൻ, മീഡിയ 1.